ഞാൻ ഈ ഒരുങ്ങി സുന്ദരിയായിട്ട് പോകുന്നത് ഒരു കല്യാണത്തിനാണ് കേട്ടോ. അങ്ങ് ദൂരെ നാഗർകോവിലാണ് നമ്മൾ കല്യാണത്തിന് പോകുന്നത് കേട്ടോ. അനിയത്തി ഇവിടെ ഫ്രണ്ടിൽ നിന്നിട്ട് പൂവൊക്കെ ചുടുന്നുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ ബാക്കിൽ ഇരുന്നിട്ട് എൻ്റെ പൂവ് വെച്ചത് ശരിയായില്ല, കുറച്ചും കൂടെ നന്നാക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാം റെഡിയാക്കി തരുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മുടിയൊക്കെ വളർന്നു, കുറച്ചും കൂടെ ശ്രദ്ധിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ അമ്മ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാക്കി നമ്മളെ യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊരു 1.5 കാലോളം ഡ്രൈവ് ചെയ്ത് പോകാനുള്ള ഒരു യാത്രയായിരുന്നു. കാരണം നാഗർകോവിൽ വരെ പോകണ്ടേ. നാഗർകോവിലിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടൊരു നാട്ടും പുറത്താണ് നമ്മുടെ ഈ കല്യാണം നടക്കുന്നത്. തെച്ചു ആണെങ്കിൽ ഫ്രണ്ടിൽ ഇരുന്നിട്ട് എൻ്റെ അമ്മ ബാക്കിലുണ്ടോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ പോയി കണ്ടപ്പോഴത്തേക്കും നാഗർകോവിലിൽ നിന്ന് നല്ല ഉള്ളിലോട്ട് ധർമ്മപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ കല്യാണത്തിന് പോയത്. തനി നാട്ടിൻപുറം, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പുഴയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ പോലെയൊന്നുമല്ല, ഇതുപോലെ ഫ്ലക്സൊക്കെ വെച്ചിട്ട് പെണ്ണിൻ്റെയും ചെക്കൻ്റെയൊക്കെ വെച്ചിട്ട്, പിന്നെ വേറെ കുറേ പേരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടായിരുന്നു ആ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ നമ്മുടെ കല്യാണം പോലെയല്ല, ഒരു കുഞ്ഞ് കല്യാണ മണ്ഡപവും അങ്ങനെയൊക്കെ ആയിരുന്നു. സദ്യ ആയാലും നമ്മുടെ ട്രിവാൻഡ്രത്തെ സദ്യയുടെ ഒരു ഇതുമില്ലായിരുന്നു അവിടെ. നമ്മുടെ സദ്യക്ക് എപ്പോഴും ഓർഡറുണ്ട്, പക്ഷേ അവരുടെ സദ്യ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ടേസ്റ്റ് വെച്ച് നോക്കുമ്പോഴും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ട്രിവാൻഡ്രത്തെ സദ്യ കഴിച്ച് നമുക്ക് പിന്നെ വേറെ ഒരിടത്തുള്ള സദ്യയും ഇഷ്ടമാണ്, പക്ഷേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല കേട്ടോ. പിന്നെ സദ്യ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സദ്യയും കഴിച്ചിട്ടുണ്ടായിരുന്നു. ദച്ചു ആണെങ്കിൽ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കറികളൊക്കെ പരിപ്പ് പപ്പടം അങ്ങനെ ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പപ്പടം കറിയല്ലല്ലോ. പിന്നെ നമ്മൾ സദ്യയൊക്കെ കഴിച്ച് ക്ഷീണിച്ച് താഴോട്ടൊരു തെങ്ങിൻ്റെ ചോട്ടിൽ വന്നിരിക്കുമായിരുന്നു കേട്ടോ. തേങ്ങ വീഴുമെന്നൊന്നും അറിയത്തില്ല. പിന്നെ നമ്മൾ തിരിച്ച് ചേട്ടൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ വിട്ട് അടുത്താണ്, അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ കുറച്ചും റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഈവനിങ് ഫംഗ്ഷന് വേണ്ടിയിട്ട് പോവാം. അതും അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളൊരു നുങ്ക് സർബത്തൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതും ഭയങ്കര ഫില്ലിംഗ് ആയിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അത് കുടിക്കാൻ പറയാതിരിക്കാൻ വയ്യ. നല്ല ടേസ്റ്റായിരുന്നു, ഫ്രഷായിട്ട് വെട്ടുന്നതാണ്. പിന്നെ നമ്മുടെ വൈകുന്നേരം റിസപ്ഷനും ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണിയും ചിക്കൻ കറിയും പായസവും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. ഇതാ വഴിയിലോട്ട് പോകുന്ന ആ ഒരു കാഴ്ചകളാണ് കേട്ടോ. നല്ല രസമാണ്. കുഞ്ഞമ്മയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഇതാണ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വഴിയൊന്നും അറിയത്തില്ലായിരുന്നു. തപ്പി പിടിച്ച് പോയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ പണ്ടൊക്കെ നഷ്ടപ്പെട്ട കുറേ സ്ഥലങ്ങളൊക്കെ ഇല്ലേ, ആ ഒരു സ്ഥലങ്ങളൊക്കെ തിരിച്ച് കിട്ടിയൊരു ഫീലായിരുന്നു. വേറൊരു വീഡിയോ ആയിട്ട്